ഹലോ എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ശ്വേത. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹാർട്ട് ടച്ചിങ് സ്റ്റോറിയാണ്, എ ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നെസ്. ഓക്കെ, നമുക്കൊക്കെ അറിയാവുന്ന വിശ്വവിഖ്യാത എഴുത്തുകാരനായിട്ടുള്ള ചാൾസ് ഡിക്കൻസിന്റെ ദ ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ് എന്നുള്ള വർക്കിൽ വരുന്ന ഒരു ഭാഗമാണ് ആ ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നെസ്. ഓക്കെ, ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു സ്റ്റോറിയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. എ ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നെസ് ബൈ ചാൾസ് ഡിക്കൻസ്. ഓക്കെ, ഇനി എ ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നെസ് എന്നുള്ള ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളത് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഡ്രാഫ്റ്റ് എന്ന് പറയുമ്പം അ ഷോർട്ട് ഡ്രിങ്ക് എന്നാണ് അർത്ഥം. ഓക്കെ, ഇപ്പോൾ ഒരു കൈക്കുമ്പിളോളം എന്നൊക്കെ നമ്മൾ പറയൂലേ, അതിനെയാണ് ഡ്രാഫ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു കൈക്കുമ്പിളോളം കൈൻഡ്നെസ് അല്ലെ, കൈൻഡ്നെസ് എന്ന് പറയുമ്പം ദയയാണ് അല്ലെ. അപ്പം ഈ കാണിക്കുന്ന കൈൻഡ്നെസ്, ഓക്കെ, മറ്റുള്ളവരോട് നമ്മൾ കാണിക്കുന്ന കൈൻഡ്നെസ് ചിലപ്പം അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ചേക്കാം എന്നുള്ള ഒരു മെസ്സേജാണ് ഈ ഒരു സ്റ്റോറി നമുക്ക് തരുന്നത്. ഓക്കെ, റൈറ്റ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ് us meet the author first. ഓക്കെ, ചാൾസ് ഡിക്കൻസ് ആണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചുള്ള കുറച്ചധികം കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് 1812 മുതൽ 1870 വരെ ആയിരുന്നു. സോ ഹി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആൻഡ് സോഷ്യൽ ക്രിട്ടീക്സ് ഓഫ് ദ വിക്ടോറിയൻ എറ. ഓക്കെ, അപ്പോൾ വിക്ടോറിയൻ കാലഘട്ടത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ക്രിട്ടിക് ആയിരുന്നു. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഇംഗ്ലീഷ് നോവലിസ്റ്റുകളിൽ ഒരാളായിരുന്നു ചാൾസ് ഡിക്കൻസ്. ഓക്കെ, ആൻഡ് ഹിസ് നോവൽസ് വിവിഡ്ലി പൊർട്രേ ദ ഹാർഡ്ഷിപ്സ് ഓഫ് ദ പുവർ. ഓക്കെ, അപ്പം വളരെ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ വർക്ക്സിൽ പൊർട്രേ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ നോവൽസിലൊക്കെ ഇത്തരത്തില് കഷ്ടത അനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതകഥ തുറന്നു കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, now he also exposed the social inequalities of 19th century England. ഓക്കെ, അപ്പം ഇംഗ്ലണ്ടില് 19ാം നൂറ്റാണ്ടില് നിലനിന്നിരുന്ന സോഷ്യൽ ഇൻഇക്വാലിറ്റീസ് അല്ലെ, അതായത് സാമൂഹിക അസമത്വങ്ങൾ അല്ലെ, അത് കൃത്യമായിട്ട് മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു കാണിക്കാൻ ചാൾസ് ഡിക്കൻസ് ധൈര്യം കാണിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എ ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നെസ് ഈസ് എൻ എക്സെപ്റ്റ് ഫ്രം ഹിസ് നോവൽ ദ ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് പഠിക്കാനായിട്ടുള്ള എ ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നെസ് എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയുടെ ഒരു ഭാഗം എന്ന് തന്നെ പറയാം. അത് ദ ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ നോവലില് ഒരു ഭാഗമായിട്ട് വരുന്നതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, now let us discuss about the novel before we go to the story. ഓക്കെ, അപ്പൊ സ്റ്റോറിയിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമുക്ക് ഈ നോവലിനെ കുറിച്ചൊന്ന് പരിചയപ്പെടാം. ദ ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ് എന്നുള്ളതാണ് ഈ നോവലിന്റെ പേര്. Okay, the novel tells the story of little Nell and her grandfather, whose innocence and love are tested as they wander through England after the old man takes to gambling and falls into deep debt. Okay, ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്ന രണ്ട് പേര് ആരൊക്കെയാണ്? ഒന്ന് ലിറ്റിൽ നെൽ ആണ്, സ്മോൾ ഗേൾ, ആൻഡ് ഹർ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, അപ്പം ലിറ്റിൽ നെല്ലും അവളുടെ ഗ്രാൻഡ് ഫാദറും ആണ് ഇതിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇനി ലിറ്റിൽ നെല്ലിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, അവളുടെ ഗ്രാൻഡ് ഫാദർ ആള് ഗ്യാംബ്ലിങ്ങിൽ പെടുകയും, ഗ്യാംബ്ലിംഗ് എന്ന് പറയുമ്പോൾ ചൂതുകളിയാണ് അല്ലെ, അപ്പോൾ ഗ്യാംബ്ലിങ്ങിൽ പെടുകയും അങ്ങനെ ഒരുപാട് കടങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതിനുശേഷം അവർക്ക് ഇംഗ്ലണ്ട് വിട്ടു പോവേണ്ടി വരുന്നു, തന്റെ സ്വന്തം നാടൊക്കെ വിടേണ്ടി വരുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അവരുടെ ഇന്നസെൻസും ലവും ഒക്കെ വെളിവാക്കുന്ന രീതിക്കുള്ള ഒരു നോവലാണ് ദ ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, their journey exposes the cruelty and kindness in society, with the novel ending in the tragedy of little Nell's death. ഓക്കെ, അപ്പം ഈ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ക്രൂവൽറ്റി അല്ലെ, ക്രൂരതകൾ, അതേപോലെ തന്നെ കൈൻഡ്നെസ് അല്ലെ, ഇവ രണ്ടും തുറന്നു കാട്ടുന്ന ഒരു ജേർണിയാണ് ലിറ്റിൽ നെല്ലിലൂടെ, അവളുടെ ഗ്രാൻഡ് ഫാദറിലൂടെ ദ ഓൾഡ് ക്യൂരിയോസിറ്റി ഷോപ്പ് എന്ന് പറയുന്ന ഈ നോവലില് ചാൾസ് ഡിക്കൻസ് വരച്ചു കാട്ടുന്നത്. ഓക്കെ, ഈ ഒരു നോവൽ അവസാനിക്കുന്നത് വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു എൻഡിങ്ങോട് കൂടിയാണ്. ഓക്കെ, ലിറ്റിൽ നെൽ അവളുടെ മരണമാണ്
ഇതിലെ നോവലിന്റെ ആ ഒരു ക്ലൈമാക്സ് എന്നുള്ള രീതിക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ലിറ്റിൽ നന്റെ ഡെത്തോടു കൂടിയാണ്, ആ ഒരു ട്രാജഡിയോട് കൂടിയാണ് ഈ ഒരു നോവൽ അവസാനിക്കുന്നത്. ഓക്കെ, ഇനി നോവലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. ഇനി ഈ ഒരു നോവലിൽ നമുക്ക് പഠിക്കാനായിട്ട് തന്നിട്ടുള്ള ഈ ഒരു ഭാഗം അല്ലെ, ആ ഒരു എക്സെപ്റ്റ്, അത് എന്തിനെ കുറിച്ചുള്ളതാണ് എന്ന് നമുക്ക് നോക്കാം. നെൽ ആൻഡ് ഹർ ഗ്രാൻഡ് ഫാദർ ലീവ് ലണ്ടൻ ടു എസ്കേപ്പ് ക്രൂവൽ മണി ലെൻഡേഴ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, നെല്ലും അവളുടെ ഗ്രാൻഡ് ഫാദറും ലണ്ടൻ വിട്ടു പോവാണ്. എന്തിനായിട്ടാണ്? ക്രൂവൽ ആയിട്ടുള്ള മണി ലെൻഡേഴ്സിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ടാണ് നെല്ലും ഗ്രാൻഡ് ഫാദറും ലണ്ടൻ വിട്ട് പോകുന്നത്. വൈ? ബിക്കോസ് ഹി വാസ് ഇൻ ടു ഗ്യാംബ്ലിംഗ് അല്ലെ. അപ്പൊ ഗ്യാംബ്ലിംഗ് ചെയ്ത് ഒരുപാട് കടം വരുത്തി വെച്ചിട്ടുണ്ട്. പല മണി ലെൻഡേഴ്സിന്റെ കയ്യിൽ നിന്നും ഗ്രാൻഡ് ഫാദർ പണം വാങ്ങിച്ചിട്ടുണ്ട്. സോ അവരുടെ ആ ക്രുവൽറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ടാണ് നെല്ലും അവളുടെ ഗ്രാൻഡ് ഫാദറും ലണ്ടൻ വിട്ടു പോകാൻ ഒരുങ്ങുന്നത്. ഓക്കെ, driven by fear but bound by deep love, they leave the city and enter the open countryside, an unplanned journey with an uncertain outcome. ഓക്കെ, അപ്പം പേടിയുണ്ട് അല്ലെ, മണി ലെൻഡേഴ്സിനെ കുറിച്ചുള്ള പേടി അവർക്കുണ്ട്. അതേസമയം ദേ ഹാഡ് എ ഡീപ്പ് ബോണ്ട് ഓഫ് ലവ് അല്ലെ. അപ്പം അതുകൊണ്ട് ഇവർ രണ്ടുപേരും എന്ത് തീരുമാനിക്കുകയാണ്? സിറ്റി വിട്ടുപോയി ഓക്കെ വില്ലേജ് സൈഡിലോട്ട് പോകാനായിട്ട് ഇവർ തീരുമാനിക്കുന്നു. ഓക്കെ, ഇറ്റ് വാസ് എൻ അൺപ്ലാൻഡ് ജേർണി വിത്ത് എൻ അൺസർട്ടൻ outcome. Okay, right. Now let us move on to the story. Okay, സ്റ്റോറിയുടെ സമ്മറി ആണ് പറയാനായിട്ട് പോകുന്നത്. Okay, Nell and her grandfather are now deep in open country. Houses are scattered far apart. Okay, അപ്പൊ അങ്ങനെ അവര് നെല്ലും അവളുടെ ഗ്രാൻഡ് ഫാദറും സിറ്റി വിട്ട് നേരെ വില്ലേജ് സൈഡിലോട്ട് എത്തുവാണ്. അപ്പൊ അവിടെ അവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്? പലയിടങ്ങളിലായിട്ട് അല്ലെ സ്കാറ്റർ ചെയ്ത ചിതറിക്കിടക്കുന്ന രീതിക്ക് അങ്ങിങ്ങായിട്ട് ഓരോ വീടുകൾ കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദേ ആർ ഫാർ അപ്പാർട്ട്. സിറ്റി പോലെയല്ല അല്ലെ, ഒരു വീട് കഴിഞ്ഞ് കുറച്ച് ദൂരം കഴിഞ്ഞാണ് അടുത്ത വീട് വരുന്നത്. ഓക്കെ, and they pass poor cottages, farms with sleepy cows and horses, a wheelwright's shed, a blacksmith's porch. ഓക്കെ, അപ്പൊ ഇവരിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഗ്രാമപ്രദേശത്തുകൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പുവർ കോട്ടേജസിന് മുന്നിലൂടെ അവർ പോകുന്നുണ്ട്. ഓക്കെ, അതുപോലെ കുതിരകളും പശുക്കളും ഒക്കെയുള്ള ഫാംസിന് മുന്നിലൂടെ ഇവർ കടന്നു പോകുന്നുണ്ട്. അതുപോലെ വീൽ റൈറ്റ് അല്ലെ, വീൽ റൈറ്റ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ജോ തോംസണെയാണ് ഓർമ്മ വരിക അല്ലെ. അപ്പൊ വീൽ റൈറ്റിന്റെ ഒരു ഷെഡിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ ഒരു ബ്ലാക്ക് സ്മിത്തിന്റെ ഫോർജ് അല്ലെ, ആല എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ ബ്ലാക്ക് സ്മിത്തിന്റെ ഫോർജിന് മുന്നിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, സോ ദ സീൻ വൈഡൻസ് ഇൻ ടു എ ഹോൾ വില്ലേജ് ആൻഡ് ഇൻ എ ബിയർ ഷോപ്പ്, a lawyer's house, a parson's house, a church peeping through trees. Okay, ഇപ്പൊ ഇവരിങ്ങനെ നടന്നു പോകുമ്പം കാണുന്ന കാര്യങ്ങൾ വളരെ വിവിഡായിട്ട് ചാൾസ് ഡിക്കൻസ് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. അപ്പം ഹോൾ വില്ലേജില് ഓക്കെ കാണാവുന്ന കുറേ കാര്യങ്ങളെ കുറിച്ച് അവിടെ ചാൾസ് ഡിക്കൻസ് പറയുന്നുണ്ട്. ഒരു ഇൻ എന്ന് പറഞ്ഞാൽ സത്രമാണ് അല്ലെ, ഒരു ഇന്നുണ്ട് അവിടെ. അതുപോലെ ഒരു ബിയർ ഷോപ്പ് ഉണ്ട്, ഒരു വക്കീലിന്റെ വീട് ലോയേഴ്സ് ഹൗസ് ഉണ്ട്, ഒരു പാസന്റെ വീട്, ഒരു പാസൺ ഇൻ ദ സെൻസ് റിലീജിയസ് ആയിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ആളുടെ ഒരു വീടുണ്ട്. അതുപോലെ കുറച്ച് അകലെയായിട്ട് ഒരു ചേർച്ച് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ മരങ്ങൾക്കിടയിലൂടെ ആ ചേർച്ചിന്റെ ആ ഒരു സ്ട്രക്ചർ വിസിബിൾ ആയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് പിന്നെന്താണ് ഇവർ കാണുന്നത്? then the fields and open road begin again. Their journey continues onward, unplanned and uncertain. ഓക്കെ, അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് പിന്നെ നോക്കുന്ന സമയത്ത് പിന്നെന്താണ് കാണുന്നത്? വയലുകൾ കാണുന്നുണ്ട്, ഓപ്പൺ റോഡ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇവരുടെ ജേർണി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, ആൻഡ് ദേ ആർ മൂവിങ് ഫോർവേഡ്, അൺപ്ലാൻഡ് ആൻഡ് അൺസർട്ടൻ. ഓക്കെ, എന്തുകൊണ്ടാണ് അൺസർട്ടൻ എന്ന് പറയുന്നത്? ഇനി എന്താണ് അടുത്തത് വരാനായിട്ട് പോകുന്നതെന്ന് അവർക്കറിയില്ല അല്ലെ, എങ്ങോട്ടാണ് അവർ പോകുന്നതെന്നുള്ളത് അവർക്ക് വലിയ പിടിയില്ല. ഓക്കെ, അങ്ങനെ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ അല്ലെ, നിരവധി ഫാം ഹൗസസ് നമുക്ക് അവിടെ കാണാം അല്ലെ, വീടുകൾ കാണുന്നുണ്ട്, ചേർച്ച് കാണുന്നുണ്ട് അല്ലെ, നിരവധി ട്രീസ് കാണാം അല്ലെ. ഇത്തരത്തിലുള്ള ഒരു റൂറൽ സെറ്റിങ്ങിലൂടെ ഇവർ രണ്ടുപേരും മുന്നോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, tired and hungry, Nell looks for a cottage where they might rest and buy a little milk. ഓക്കെ, അപ്പൊ ഇവരിങ്ങനെ കുറേ ദൂരം മുന്നോട്ട് നടന്നു. അപ്പം അവര് ടയേർഡായി അല്ലെ. അപ്പൊ അവര് രണ്ടുപേരും ഇങ്ങനെ ടയേർഡായി മുന്നോട്ട് പോകുന്ന സമയത്ത് നെല്ലിങ്ങനെ നോക്കുവാണ്, ചുറ്റുപാട് ഇങ്ങനെ നോക്കുവാണ്, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു കോട്ടേജ് ഉണ്ടോ
സോ ദാറ്റ് ദേ ക്യാൻ ടേക്ക് റെസ്റ്റ്. ഓക്കെ, അതുപോലെ കുറച്ച് മിൽക്ക് അല്ലെ, കുടിക്കാനായിട്ട് കുറച്ച് മിൽക്ക് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട് നെല്ലിന്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് പറ്റിയ കോട്ടേജ് എവിടെയെങ്കിലും ഉണ്ടോ എന്നുള്ളത് അവളിങ്ങനെ ചുറ്റും നോക്കുവാണ്. Now, she chooses a cottage with an old man seated by the hearth, hoping he will feel for her grandfather. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കിയ സമയത്ത് അവളൊരു കോട്ടേജ് കാണുന്നു. ആ കോട്ടേജിനകത്തായിട്ട് ഒരു ഓൾഡ് മാൻ, ഒരു വയസ്സായ മനുഷ്യൻ, ഈ നെല്ലിന്റെ ഗ്രാൻഡ് ഫാദറിനെ പോലെ തന്നെ വയസ്സായ ഒരു മനുഷ്യൻ ഒരു ഹാർത്തിനടുത്തിരുന്ന് തീ കായുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആളെ കാണുന്ന സമയത്ത്, തന്റെ ഗ്രാൻഡ് ഫാദറിനെ കാണുന്ന സമയത്ത് ആൾക്ക് ലൈക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തോന്നും എന്നുള്ളൊരു തോന്നൽ ആർക്കുണ്ടാവുകയാണ്? നമ്മുടെ ലിറ്റിൽ നെല്ലിന് ഉണ്ടാവുകയാണ്. ഓക്കെ, ഹോപ്പിംഗ് ഹി വിൽ ഫീൽ ഫോർ ഹർ ഗ്രാൻഡ് ഫാദർ. ഓക്കെ, now the cottagers family welcomes them warmly. The children fetch milk and stools without hesitation. ഓക്കെ, അപ്പം ആ കോട്ടേജിലുള്ള ആ ഒരു ഫാമിലി അല്ലെ, അവര് വളരെ അധികം സന്തോഷത്തോട് കൂടിയിട്ട് നെല്ലിനെയും ഗ്രാൻഡ് ഫാദറിനെയും അകത്തേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. അവിടെയുള്ള കുട്ടികളാകട്ടെ ഇവർക്കായിട്ട് ഭക്ഷണം അല്ലെ ഫെച്ച് ചെയ്ത് കൊണ്ടുവരുന്നു, മിൽക്ക് കൊണ്ടുവരുന്നു, അവർക്ക് ഇരിക്കാനായിട്ടുള്ള സ്ഥലം തയ്യാറാക്കി കൊടുക്കുന്നു. ഓക്കെ, വിതൗട്ട് എനി ഹെസിറ്റേഷൻ. ഓക്കെ, the home is humble but spotlessly clean, giving Nell a rare tranquil sense of comfort. ഓക്കെ, അപ്പൊ ആ ഒരു കോട്ടേജ്, ആ ഒരു വീട് അല്ലെ, വളരെ ചെറിയൊരു വീടായിരുന്നു, ചെറിയൊരു കോട്ടേജ് ആയിരുന്നു, പക്ഷെ സ്പോട്ട്ലെസ്ലി ക്ലീൻ ആയിരുന്നു. വളരെ ക്ലീൻ ആയിട്ട് അവർ ആ വീട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ആ വീടിനകത്തേക്ക് കയറിയ സമയത്ത് നെല്ലിന് എന്തെന്നില്ലാത്തൊരു കംഫർട്ട് ഫീൽ ചെയ്യാണ് ചെയ്യുന്നത്. ബിക്കോസ് ഷി വാസ് ഇൻ സിറ്റി ആൻഡ് ഷി വാസ് ഹാവിങ് എ വെരി ടഫ് ടൈം ദിയർ അല്ലെ. അപ്പം ഇങ്ങനെ ഈ ഒരു റൂറൽ ഏരിയയിൽ ഇത്തരത്തിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള, വളരെ ക്ലീൻ ആയിട്ടുള്ള ഈ ഒരു കോട്ടേജിൽ എത്തുമ്പോൾ ഷീ ഫീൽസ് റിയലി ഹാപ്പി. ഓക്കെ, now the old cottager recalls a son who was sent off as a soldier and later died, keeping a promise to be buried near a sundial he loved as a boy. Okay, അപ്പോൾ ഈ നെല്ലും അവളുടെ ഗ്രാൻഡ് ഫാദറും കൂടെ വീട്ടിനകത്തേക്ക് കയറി അവിടെ വീട്ടിനകത്തിരിക്കുന്ന സമയത്ത് ഗ്രാൻഡ് ഫാദറിനോടും അതുപോലെ നെല്ലിനോടുമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഓൾഡ് മാൻ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? തന്റെ മകനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ മകൻ ഒരു സോൾജറായിട്ട് ദൂരെ ഒരിടത്ത് ലൈക്ക് സേവനമനുഷ്ഠിക്കാൻ പോവുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മകൻ സോൾജറായിട്ട് പോകുന്നതിന് മുന്നേ അച്ഛനോട് പറഞ്ഞൊരു കാര്യം ഇതായിരുന്നു, അഥവാ ഞാനിങ്ങനെ അല്ലെ ലൈക്ക് ഏതെങ്കിലും യുദ്ധത്തിൽ മരണപ്പെടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ബറി ചെയ്യുന്ന സമയത്ത് സൺഡയലിനടുത്ത് വേണം ബറി ചെയ്യാൻ എന്ന് പറഞ്ഞിരുന്നു. എന്താണ് അതിന്റെ കാരണം എന്നാണ് പറയുന്നത്? ആള് ഒരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ആൾക്ക് ഈ സൺഡയൽ വളരെ ഇഷ്ടമുള്ള ഒന്നായിരുന്നു. ഓക്കെ, അപ്പൊ സൺഡയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി എ ക്ലോക്ക് ദാറ്റ് ടെൽസ് ടൈം ബൈ യൂസിങ് ദ സൺസ് ഷാഡോ. ഓക്കെ, അപ്പം സൺഡയലിനടുത്ത് വേണം തന്നെ ബറി ചെയ്യാനെന്ന് മകൻ പറഞ്ഞിരുന്നു എന്നൊക്കെ പറഞ്ഞ് മകനെ കുറിച്ചുള്ള ഓർമ്മകളിൽ മുഴുകുകയാണ് ഈ ഓൾഡ് മാൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഹി ഗ്രോസ് ഇമോഷണൽ, ദെൻ ജെന്റ്ലി റീഅഷ്യൂർസ് ഹിസ് ഡോട്ടർ ഹി ഡിഡ് നോട്ട് മീൻ ടു ട്രബിൾ എനി വൺ. ഓക്കെ, അപ്പം വളരെ ഇമോഷണൽ ആയിട്ടാണ് അല്ലെ ഈ വയസ്സായ മനുഷ്യൻ അവിടെ സംസാരിക്കുന്നത്. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പം ലൈക്ക് മകളോട് പറയുന്നുണ്ട്, അല്ല ഞാൻ ഇതൊന്നും പറയണം എന്ന് വിചാരിച്ചതല്ല, ഓക്കെ അങ്ങനെ പറഞ്ഞു പോയതാണ് എന്നുള്ള രീതിക്ക് ആള് പറയുന്നുണ്ട്. ഓക്കെ, now milk arrives and Nell shares her basket's best food with her grandfather, a small hearty meal. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഫാമിലിയിലുള്ള അവർ ഈ നെല്ലിനും ഗ്രാൻഡ് ഫാദറിനും കൂടെ മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പം നെല്ല് തൻ്റെ കൂടെ കൊണ്ടുവന്നിരുന്ന ആ ഒരു ബാസ്ക്കറ്റിൽ ഉണ്ടായിരുന്ന ഫുഡ് ഗ്രാൻഡ് ഫാദറുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു സ്മോൾ ഹാപ്പിനെസ് ആണ് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ? യെസ്, അപ്പം വളരെ ചെറിയ ആക്ട്സ് പോലും എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറുന്നു ഓരോരുത്തരുടെയും ലൈഫിൽ എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, now അങ്ങനെ ഇവര് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ചു പോകാനായിട്ട് നിൽക്കുന്നു. അപ്പൊ ആ സമയത്താണ് ദ കോട്ടേജേഴ്സ് വൈഫ് നോട്ടീസസ് നെൽസ് ബ്ലിസ്റ്റേർഡ് സോർ ഫുട്ട് ആൻഡ് ജെന്റ്ലി വാഷസ് ആൻഡ് ട്രീറ്റ്സ് ഇറ്റ് വിത്ത് എ മദേഴ്സ് കെയർ. ഓക്കെ, അപ്പം അപ്പോഴാണ് ആ കോട്ടേജിലെ ആ ഒരു വൈഫ്, ഈ ഓൾഡ് മാൻ്റെ വൈഫ്
നെല്ലിന്റെ കാലുകൾ ശ്രദ്ധിക്കുന്നത്. ഓക്കെ, നെല്ല് ലൈക്ക് ചെരുപ്പൊന്നും ഇല്ലാതെ കുറേ അധികം ദൂരം നടന്നത് കൊണ്ട് തന്നെ കാലിലൊക്കെ മുറിവായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഈ വീട്ടിലുള്ള ഈ കോട്ടേജിലുള്ള ആ വയസ്സായ മനുഷ്യന്റെ ഭാര്യ ഒരു മദറിന്റെ അല്ലെ, ഒരു അമ്മ എങ്ങനെയാണോ കുട്ടികളെ കെയർ ചെയ്യുക, അതുപോലെ ഇവളുടെ നെല്ലിന്റെ കാലുകൾ വാഷ് ചെയ്ത് ലൈക്ക് ആ മുറിവൊക്കെ ഉണങ്ങുന്നതിനായിട്ട് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെഡിസിൻ ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, now overwhelmed, Nell can barely say more than a heartfelt God bless you. ഓക്കെ, അപ്പൊ ഈ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് അല്ലെ, ഇത് കാണുമ്പം നെല്ലിന് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ഓക്കെ, ഗോഡ് ബ്ലെസ് യു എന്നുള്ളതാണ് നെൽ അതിന് ഒരു റിപ്ലൈ എന്നുള്ള രീതിക്ക്, ഓക്കെ, ഈ ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ്സിന് ഓക്കെ റിപ്ലൈ എന്നുള്ള രീതിക്ക് പറയുന്നത്. ഓക്കെ, now yet the grandfather is restless and anxious, urging Nell onward. Further away, dear Nell, pray further away. Okay, അപ്പം ഈ ഫാമിലിയിലുള്ള ആളുകൾ ഇനിയും ഒരുപാട് ദൂരം പോവണ്ട, നമുക്കിവിടെ തങ്ങാം, നിങ്ങൾക്കിവിടെ കോട്ടേജിൽ ലൈക്ക് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സമയം തരാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗ്രാൻഡ് ഫാദർ വാസ് നോട്ട് റെഡി ഫോർ ദാറ്റ്. ഓക്കെ, ഗ്രാൻഡ് ഫാദർ റെസ്റ്റ്ലെസ് ആകുന്നുണ്ട്, ആൻഷ്യസ് ആകുന്നുണ്ട്. എന്നിട്ട് നെല്ലിനോട് പറയുന്നുണ്ട്, ഓക്കെ നെൽ നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദ ഹോൾ ഫാമിലി സ്റ്റാൻഡ്സ് ഇൻ ദ റോഡ് വേവിങ് ആൻഡ് കോളിംഗ് ആഫ്റ്റർ ദെം ആസ് ദേ പാർട്ട്, ടിയേഴ്സ് ഓൺ ബോത്ത് സൈഡ്സ്. ഓക്കെ, അപ്പൊ അവരങ്ങനെ പോകുന്ന സമയത്ത് ആ ഫാമിലിയിൽ ഉണ്ടായിരുന്ന എല്ലാവരും റോഡിലോട്ട് ഇറങ്ങി നിന്ന് ഓക്കെ കൈകൾ ഉയർത്തി കാണിച്ച് അവരോട് ബൈ പറയുന്നുണ്ട്. ഓക്കെ, ഇരുകൂട്ടർക്കും അവിടെ വിഷമമാവുന്നുണ്ട്. ഓക്കെ, now exhausted, Nell and her grandfather hear wheels behind them. A car driver stops and offers them a ride. അങ്ങനെ നെല്ലും ഗ്രാൻഡ് ഫാദറും കുറേയധികം ദൂരം കൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ അവർ തളർന്ന് അവശരായി മാറുന്ന സമയത്താണ് അവരുടെ പുറകില് ഒരു ലൈക്ക് കാർട്ട് ഡ്രൈവർ വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഒരു ഹോസ് കാർട്ടിന്റെ ലൈക്ക് ഡ്രൈവറെ നമുക്കിവിടെ കാണാം, ഒരു ഹോസ് കാർട്ടും നമുക്കവിടെ കാണാം അല്ലെ. The empty, jolting cart feels like a luxurious carriage to the weary travelers, the most delicious ride in the world. Okay, അപ്പം ലൈക്ക് ഈ ഡ്രൈവർ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ചു നേരം ഈ കാട്ടിൽ കയറിയിരിക്കൂ അല്ലെ, ഞാൻ നിങ്ങളെ കുറച്ചങ്ങ് ദൂരം കൊണ്ടുവിടാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നെല്ലും അവളുടെ ഗ്രാൻഡ് ഫാദറും അത് സമ്മതിക്കുന്നു. അങ്ങനെ they felt very comfortable in that journey. Okay, and Nell falls asleep on the heap of straw for the first time that whole day. Okay, അപ്പോൾ അന്നത്തെ ആ ഒരു ദിവസം അല്ലെ നെല്ല് ഉറങ്ങിയിട്ടേയില്ല അല്ലെ. അപ്പം ആദ്യമായിട്ടാണ് അന്നത്തെ ആ ഒരു ദിവസം അവള് ആ കാട്ടില് ആ ഒരു കംഫർട്ടില് ഉറങ്ങിപ്പോകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, the kind driver wakes her near the town, points the way through the churchyard, and they continue their weary steps. ഓക്കെ, അപ്പൊ കുറച്ചധികം ദൂരെ എത്തിയ സമയത്ത് വളരെ കൈൻഡ് ആയിട്ടുള്ള അല്ലെ ആ ഒരു ഡ്രൈവർ ലൈക്ക് ടൗണിനടുത്ത് എത്താറായി എന്ന് അവരെ വിളിച്ചറിയിക്കുകയും അങ്ങനെ ചേർച്ച് മുന്നിലൂടെ പോകേണ്ട വഴി ഏതാണ് എന്ന് ആ ഡ്രൈവർ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ മുന്നോട്ട് യാത്ര തുടരുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമുക്ക് ഡ്രാഫ്റ്റ് ഓഫ് കൈൻഡ്നെസ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് ആൻഡ് മെസ്സേജ് നമുക്കൊന്ന് നോക്കാം. ലവ് ആൻഡ് ലോയാലിറ്റി ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് തീം. ഓക്കെ, ഇപ്പൊ നെല്ലിന്റെ ആ ഒരു ഡിവോഷൻ കീപ്സ് എ ഗ്രാൻഡ് ഫാദർ മൂവിങ് ഡെസ്പൈറ്റ് എക്സോഷൻ ആൻഡ് ഫിയർ അല്ലെ. നെല്ലിന്റെ ആ ഒരു ഡിവോഷനാണ് ശരിക്കും ഗ്രാൻഡ് ഫാദറിനെ മുന്നോട്ട് നയിക്കുന്നത്. ഓക്കെ, അതുപോലെ കൈൻഡ്നെസ് ഓഫ് സ്ട്രേഞ്ചേഴ്സ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമാണ്. ആ ഒരു കോട്ടേജിലെ അല്ലെ ഫാമിലി, അതുപോലെ ആ കാർ ഡ്രൈവർ, ഇവരൊക്കെ ഒന്നും തിരികെ എക്സ്പെക്ട് ചെയ്യാതെയാണ് നെല്ലിനെയും ഗ്രാൻഡ് ഫാദറിനെയും സഹായിക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീമായിട്ട് വരുന്നത്. അതുപോലെ ഹാർഡ്ഷിപ്പ് ഓഫ് ദ ജേർണി. ഓക്കെ, അതായത് ഈ ജേർണിയിലുടനീളം നമ്മൾ കാണുന്നത് വെൻ ഇറ്റ് കംസ് ടു നെൽ ആൻഡ് ദ ഗ്രാൻഡ് ഫാദർ, പോവർട്ടി, ഫെറ്റീഗ്, അൺസർട്ടനിറ്റി അല്ലെ, ഇതൊക്കെ ഇവരുടെ ആ ഒരു ജേർണിയിൽ ത്രൂ ഔട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി സിമ്പിൾ ആക്ട്സ് മാറ്റർ എന്നുള്ളതാണ് ഈ ഒരു സ്റ്റോറിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജ് ആയിട്ട് വരുന്നത്. അതൊരു ബൗൾ ഓഫ് മിൽക്ക് ആവട്ടെ, ഒരു ബാൻഡേജ് ഫൂട്ട് ആവട്ടെ, ഒരു കാർട്ട് റൈഡ് ആവട്ടെ. ഓക്കെ, ഈ സ്മോൾ ആക്ട്സ് ഒക്കെ ഡീപ്പർ ആയിട്ടുള്ള മീനിങ് ലൈഫിന്
പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ആക്ട്സ് മറ്റുള്ളവരുടെ ലൈഫിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നായിട്ട് മാറാറുണ്ട് എന്നുള്ളതാണ് ഇതിലെ സെൻട്രൽ തീമായിട്ട് വരുന്നത്, സെൻട്രൽ മെസ്സേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു സ്റ്റോറിയുടെ ഷോർട്ട് സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഇഫ് യു ഹാവിംഗ് എനി ഡൗട്ട്സ് റിഗാർഡിംഗ് എനി ഓഫ് ദ തിങ്സ് ദാറ്റ് വി ഡിസ്കസ് ടുഡേ, ഫീൽ ഫ്രീ ടു ആസ്ക് മീ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ പേഷ്യന്റ് ലിസ്ണിംഗ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലൈനോടുകൂടി ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. ബീയിങ് ഹ്യൂമൻ മീൻസ് അണ്ടർസ്റ്റാൻഡിങ് ദ ഹാർഡ്ഷിപ്സ് ഓഫ് അവർ ഫെലോ ബീയിങ്സ് ആൻഡ് ഹെൽപ്പിംഗ് ദെം ഇൻ ദിയർ നീഡ്. അല്ലെ, നമ്മൾ മനുഷ്യരാണ് എന്ന് പറയുന്നത് എപ്പോഴാണ്? മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ്. അല്ലെ, അപ്പോഴാണ് നമ്മൾ ശരിക്ക് മനുഷ്യത്വമുള്ളവരായി മാറുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്.